ഹായ് ഫ്രണ്ട്സ്, ഇതാ ഈ കാണുന്ന ഈ 5 സെൻറ്റിനകത്തുള്ള വീട്ടിനകത്താണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം നടക്കുന്ന വീട് ഇതാ ഈ കാണുന്ന വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഈ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്ന ഈ വീടും എൻ്റെ ഹൗസ് ഓണറുടെ വീട് തന്നെ ആയിരുന്നു. അവരത് ഒരാൾക്ക് വിറ്റു. അവിടെ 7 സെൻറ്റാണുള്ളത്. അതിൽ വാങ്ങിയ ആൾ ഈ വീട് മാത്രമേ വാങ്ങിയുള്ളൂ. ബാക്കിയുള്ള 4 സെൻറ്റ് ഇപ്പോഴും എൻ്റെ ഹൗസ് ഓണറുടെ തന്നെയാണ്. അതിൻ്റെ അവിടെയാണ് എൻ്റെ ഡോഗിൻ്റെ ഷെൽട്ടറിൻ്റെ മതിലൊക്കെ വരുന്നതും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ 4 സെൻറ്റ് അവർ ഒരാൾക്ക്, ഒരു തഹസീൽദാർക്ക് 6 ലക്ഷം രൂപയ്ക്ക് ഒറ്റി വെച്ചിരിക്കുകയാണ്. അതായത് പണയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പേരിലുള്ള ഈ വസ്തുവും പണയത്തിലാണ്. ഇപ്പോൾ ഈ വസ്തു ഞങ്ങൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് 5 വർഷത്തേക്ക് ഞങ്ങൾക്ക് ഒറ്റിയിലാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവർ ഏതോ ഫൈനാൻസുകാരെയോ മൈക്രോ ഫിനാൻസുകാരെയോ ബാങ്കുകാരെ ലോണിന് കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ വീടൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയി. അപ്പോൾ ഈ 2 വസ്തുവും ഓൾറെഡി ഒരു കടബാധ്യതയിലാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വീണ്ടും ഈ വസ്തു കടം വെച്ച് എങ്ങനെ ലോൺ എടുക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനൊരു ബോർഡ് ഞങ്ങൾ വെച്ചു. അത് കാരണം ബാങ്കുകാരോ ലോൺകാരോ ഒക്കെ വരുമ്പോൾ അവർക്ക് ഇതിൽ ബാധ്യതയുണ്ട് എന്നറിഞ്ഞാൽ അവർ കൊടുക്കില്ല. അപ്പോൾ ഞങ്ങളെ ഇങ്ങനൊരു ബാധ്യതയിലാക്കി ഞങ്ങളെ കൊടുക്കാൻ, ഞങ്ങളുടെ പൈസ തരാതെ ഞങ്ങൾ ഇറങ്ങേണ്ട ടൈം ആവുന്നതിന് മുമ്പ് ബാങ്കിൽ കടമാക്കി ജപ്തിയാകുമ്പോൾ ബാങ്കുകാർ വന്ന് ഞങ്ങളെ ഇറക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ അതിബുദ്ധി കാണിച്ചിരിക്കുന്നത്, ഹൗസ് ഓണർ. പക്ഷേ ഈ 2 വസ്തുവിൽ ഇവർക്ക് ബാധ്യതയുള്ളപ്പം ബാങ്കുകാർക്ക് ഇതറിയില്ല. അതുകൊണ്ടാണ് ബാങ്കുകാർ വീണ്ടും ഇവർക്ക് ഈ ലോണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും ഇനി ബാധ്യതയുള്ള വസ്തുമേൽ ഏതെങ്കിലും ബാങ്ക് വീണ്ടും ബാധ്യതയ്ക്ക് ലോണ് കടമായിട്ട് കൊടുക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്. അത് 6 ലക്ഷം രൂപയ്ക്കും ഇത് 4 ലക്ഷം രൂപയ്ക്കും ഓൾറെഡി 10 ലക്ഷം രൂപയ്ക്ക് ഇത് രണ്ടും കൂടെ അവർ കടം ആക്കിയിരിക്കുകയാണ്, അതായത് ബാധ്യതയാക്കിയിരിക്കുകയാണ്. വീണ്ടും ഏത് ഫൈനാൻസുകാരെ ബാങ്കുകാരെ പറ്റിച്ചാണ് ഇവർ വീണ്ടും ലോൺ എടുക്കാൻ പോകുന്നത്? അത് ഏത് ന്യായമെന്നും എനിക്കറിയുന്നില്ല. അപ്പോൾ അറിയാവുന്നുള്ളവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ഈ വീട് ഞങ്ങൾ ഈ ഒറ്റ ബോർഡ് വെച്ചതിന് ശേഷം അവർ വന്ന് ഞങ്ങളടുത്ത് വിഷയമുണ്ടാക്കി. എൻ്റെ വീട് നിന്നെ ഞാൻ 5 വർഷം താമസിക്കുന്നത് കാണിച്ചു തരാം, നിൻ്റെ വീടാണോ ഇങ്ങനെ എഴുതി വെക്കാൻ എന്നൊക്കെ ചോദിച്ച് അവർ പ്രശ്നം ഉണ്ടാക്കി. കാരണം ഈ മതിലിൽ കൂടി വന്നാണ് ബാങ്കുകാർ ഫോട്ടോ എടുക്കുന്നത് വീടിൻ്റെ. കാരണം അകത്ത് കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് പോലീസ് ഇതിനകത്ത് കയറുകയോ ഒരു വിധത്തിൽ ഞങ്ങൾ ദ്രോഹിക്കരുതെന്ന് പറഞ്ഞിട്ടുമാണ് അവർ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ എല്ലാം കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ വിഷയത്തിൽ. ഓക്കെ.